ഹലോ എവരിവൺ, എല്ലാവർക്കും സുഖമാണോ? കുറച്ചധികം തിരക്കുകളിലായി പോയതിനാലാണ് കേട്ടോ വീഡിയോസ് ഒന്നും കാണാതായത്. എങ്കിലും നിങ്ങൾ ഓരോരുത്തരും എൻ്റെ പുതിയ യാത്രയും വിശേഷങ്ങളും എല്ലാം അന്വേഷിക്കുന്നു എന്ന് അറിയുന്നത് ഒരു സന്തോഷമായിരുന്നു. 700 വർഷം പഴക്കമുള്ള പെരുമ്പാവൂരിൽ സ്ഥിതി ചെയ്യുന്ന നാഗഞ്ചേരി മനയിലേക്കായിരുന്നു കേട്ടോ എൻ്റെ കഴിഞ്ഞ സൺഡേ ട്രിപ്പ്. തൊട്ടടുത്തുള്ള ഇരിങ്ങുൾക്കാവ് സന്ദർശിച്ച ശേഷമായിരുന്നു ഞാൻ ഇവിടേക്ക് എത്തിയത്. ഇങ്ങനെ പഴയ തറവാടുകളിൽ എത്തുമ്പോൾ എനിക്ക് ഏറ്റവും കാണാൻ ഇഷ്ടമുള്ള സ്ഥലം ഏതാണെന്ന് വെച്ചാൽ അവിടെയുള്ള നടുമുറ്റം തന്നെയാണ് കേട്ടോ. ഇവിടെ പണ്ടുണ്ടായിരുന്ന പ്രാർത്ഥന മുറിയാണ് ഇത്. ആഴത്തിൽ വിശ്വാസമുണ്ടായിരുന്നവരായിരുന്നല്ലോ അക്കാലത്ത് കൂടുതൽ. തച്ചുശാസ്ത്രം അനുസരിച്ചാണ് അക്കാലത്ത് ഇതെല്ലാം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. വാതിൽ തുറന്ന് എൻ്റെ ഒപ്പം ഞാനും നിങ്ങളെ ക്ഷണിക്കുന്നത് ഇവിടുത്തെ പാചകശാലയിലേക്കാണ്. പുകയും ചൂടും പുറത്തുവിടാൻ വലിയ ജനാലകളുള്ള പ്രകൃതിദത്ത വായുസഞ്ചാരത്തിൽ കേന്ദ്രീകരിച്ചായിരുന്നു ഇവിടുത്തെ വെപ്പുമുറി. തിരുവിതാംകൂർ രാജാക്കന്മാർ സമ്മാനിച്ച 400 ബ്രിട്ടീഷ് പവനും നാഗമാണിക്യം പോലുള്ള രത്നശേഖരങ്ങളോടൊപ്പം തന്നെ 800 കിലോയ്ക്ക് മുകളിലുള്ള സ്വർണ്ണശേഖരങ്ങളും ഒരിക്കൽ ഇവിടെ സ്വന്തമായി ഉണ്ടായിരുന്നു. പുറത്തെ വാതിൽ തുറന്നാണ് ഞാനിപ്പോൾ ഈ കയറി വരുന്നത്. 1.25 ലക്ഷം പറ നെല്ല് സംഭരിച്ചിരുന്ന മുറ്റം കാണുവാൻ വേണ്ടി ഒന്ന് പോയതാണ് ഞാൻ. ഇവിടുള്ള ചുറ്റുവരാന്ത ആവട്ടെ വീടിൻ്റെ പിൻവശം മുഴുവനായി കവർ ചെയ്തിരിക്കുന്നു. പക്ഷേ ജനാലകളിലോ വാതിലുകളിലോ ഒന്നും ഭീകരമായ കൊത്തുപണികൾ ഉള്ളതായി എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. ഈ ഇല്ലം ഇന്ന് പെരുമ്പാവൂർ മുനിസിപ്പാലിറ്റിയുടെ കീഴിലുള്ള ഒരു ഹെറിറ്റേജ് സെൻറ്റർ ആണ്. സ്വാഭാവിക വെളിച്ചം ലഭിക്കുന്നതിനും വീടിനുള്ളിൽ ആവശ്യത്തിന് തണുപ്പ് ലഭിക്കുന്നതിനുമായാണ് ഇങ്ങനെ നടുമുറ്റം വീടുകളിൽ കെട്ടിയിരിക്കുന്നത് എന്നെനിക്ക് മനസ്സിലായി. ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്ന ഈ തറവാട്ടിൽ കഥ പറച്ചിൽ, കളികൾ, ആചാരങ്ങൾ തുടങ്ങിയ പ്രവർത്തനങ്ങൾ നടത്തിയിരുന്ന ഒരു സ്ഥലമാകാനാണ് ചാൻസ്. പഴമയുടെ വിശുദ്ധിയെയും സമൃദ്ധിയെയും സൂചിപ്പിക്കുന്ന ഒരു നിലവിളക്ക് ഈ നടുമുറ്റത്തിന് മുന്നിലായി സ്ഥാനം പിടിച്ചിട്ടുണ്ട്. ഇല്ലത്തിനുള്ളിലെ കാഴ്ചകൾ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായോ? തീർന്നില്ല, പുറമേയും കുറച്ച് വിശേഷങ്ങളുണ്ട്. ഇപ്പോൾ ഈ മനയിരിക്കുന്ന സ്ഥലം ഒരു പാർക്ക് കൂടി ആയതിനാൽ കുട്ടികൾക്ക് വേണ്ടിയുള്ള ഊഞ്ഞാലുകളും സ്ലൈഡ് പോലുള്ള കുറച്ച് ആക്ടിവിറ്റീസ് കൂടി ഇവിടെയുണ്ട്. പിങ്ക് നിറത്തിലുള്ള കുറച്ചേ ഉള്ളൂ എങ്കിലും കാണാൻ നല്ല പ്ലസന്റ് ആയ കുറച്ച് അമ്പലച്ചെടികളും ഈ ഇല്ലത്തിന് മുൻവശത്തായി ഉണ്ട് കേട്ടോ. പിന്നെ പേരറിയാത്ത കുറച്ച് ചെടികളും ജമന്തിയും. ഫ്രീ ആയിട്ടുള്ള ഒരു സൺഡേ വളരെ കുറച്ച് സമയം ശാന്തവും സമാധാനവുമായി സ്പെൻഡ് ചെയ്യാൻ അമിത പ്രതീക്ഷയോടെ അല്ലാതെ ആസ്വദിക്കാൻ തയ്യാറാണെങ്കിൽ ധൈര്യമായി വണ്ടി പിടിച്ചോളൂ ഇങ്ങോട്ട്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.